വയനാട് DCC ട്രഷറർ NM വിജയനും മകനും ജീവനൊടുക്കാനിടയാക്കിയ കോൺഗ്രസ് കോഴ ഇടപാടിൽ വീണ്ടും വെളിപ്പെടുത്തൽ. ബത്തേരി സഹകരണ ബാങ്കിൽ ഭാര്യയ്ക്ക് ജോലി വാഗ്ദാനം ചെയ്ത 4 ലക്ഷം രൂപ കോൺഗ്രസ് നേതാക്കൾ കോഴ വാങ്ങിയെന്ന് ബത്തേരി മൂലങ്കാവിൽ കീഴ്പള്ളിയിൽ KK ബിജു പറഞ്ഞു. IC ബാലകൃഷ്ണൻ MLA വീട്ടിലെത്തി നിരന്തരം പ്രശ്നമുണ്ടാക്കിയപ്പോഴാണ് പലപ്പോഴായി 3.25 ലക്ഷം രൂപ തിരികെ കിട്ടിയതെന്നും ബിജു കൈരളി ന്യൂസിനോട് പറഞ്ഞു. 2015-16 കാലയളവിലാണ് കോൺഗ്രസ് നേതാക്കൾ കോഴ വാങ്ങുന്നത്. ഭാര്യയ്ക്ക് ജോലി നൽകുന്നതിനായി 10 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. 4 ലക്ഷം അഡ്വാൻസായി നൽകി. ജോലി സ്ഥിരപ്പെടുത്തുമ്പോൾ ബാക്കി തുക നൽകാമെന്ന് പറഞ്ഞു. ഈ സമയം ബാങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമായിരുന്നു. ഇവരാണ് പണം വാങ്ങിയത്. DCC നേതൃത്വം പറഞ്ഞിട്ടാണ് പണം വാങ്ങുന്നതെന്നായിരുന്നു DCC ട്രഷററായിരുന്ന NM വിജയൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതെന്നും ബിജു വെളിപ്പെടുത്തി. വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എന്നോട് ഇത്ര രൂപ തരികയാണെങ്കിൽ ജോലി തരാമെന്ന് പറഞ്ഞു. എന്നോട് ആവശ്യപ്പെട്ടത് 10 ലക്ഷം രൂപയാണ്. അന്നത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഈ പൈസകൾ മുഴുവൻ വാങ്ങിയിട്ടുള്ളത്. അന്ന് NM വിജയേട്ടൻ DCC ജില്ലാ ട്രഷറാണ്. ഒരു രേഖയും തരാത്തപ്പോൾ ഈ പൈസയ്ക്ക് എന്താണെന്ന് വെച്ചപ്പോൾ ജില്ലാ ഘടകം അറിഞ്ഞുകൊണ്ടാണ് മേടിക്കുന്നത്, ഞാൻ സ്വന്തമായിട്ടല്ല പൈസ മേടിക്കുന്നതാണ് അന്നത്തെ ജില്ലാ ട്രഷറായിരുന്ന NM വിജയേട്ടൻ പറഞ്ഞിട്ടുള്ളത്. DCCക്കും KPCCക്കും പരാതി നൽകിയെങ്കിലും ആരും പരിഗണിച്ചില്ല. പിന്നീട് IC ബാലകൃഷ്ണൻ MLA വീട്ടിൽ പലതവണ പോയി പണം ആവശ്യപ്പെട്ടു. തുടർന്ന് ഘട്ടങ്ങളായി 3,25,000 രൂപ തിരികെ ലഭിച്ചുവെന്നും ബിജു പറയുന്നു. ഇതോടെ കോഴയിടപാട് അറിയില്ലെന്ന IC ബാലകൃഷ്ണന്റെ വാദം പൊളിഞ്ഞു. അതേസമയം കോഴയിടപാടുകളിൽ പോലീസിന് ലഭിച്ച 2 പരാതികളിൽ അന്വേഷണം തുടരുകയാണ്. പുഴത്ത് പത്രോസ്, പുത്തൻപുര ഷാജി എന്നിവരാണ് പരാതി നൽകിയത്. NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയ്ക്ക് കാരണമായ സാമ്പത്തിക ബാധ്യത എങ്ങനെയുണ്ടായെന്ന പരിശോധനകളും പോലീസ് ആരംഭിച്ചു. കൈരളി ന്യൂസ്, വയനാട്.